മനുഷ്യജീവിത പുരോഗതിയുടെ വഴികളിൽ യന്ത്രങ്ങൾക്കും അവയുടെ കണ്ടുപിടുത്തങ്ങൾക്കും പ്രധാനമായ സ്ഥാനമാണുള്ളത്. അധ്വാനഭാരം ലഘൂകരിക്കുവാൻ ഈ ആധുനിക കാലത്ത് നിരവധി ഉപകരണങ്ങൾ ഉപയോഗിക്കുമ്പോൾ നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഇത്തരം കണ്ടുപിടുത്തങ്ങൾക്കുള്ള ശ്രമങ്ങൾ ആരംഭിക്കുകയും വിജയിക്കുകയും ചെയ്തിട്ടുള്ളതായി കാണാം. ഗ്രീക്ക് നാട്ടിലെ തെരുവീഥികളിലൂടെ യുറേക്ക യുറേക്ക എന്ന വാക്ക് ഉച്ചത്തിൽ അലറി വിളിച്ചുകൊണ്ട് രാജാവിന്റെ കൊട്ടാരത്തിലേക്ക് പാഞ്ഞ ഒരു ശാസ്ത്രജ്ഞൻ. അദ്ദേഹത്തിന്റെ നിരവധി കണ്ടുപിടുത്തങ്ങൾ അത് മറ്റാരുമല്ല, ഗ്രീക്കിലെ ഗണിതശാസ്ത്രജ്ഞനും ഭൗതിക ശാസ്ത്രജ്ഞനും എഞ്ചിനീയറും ഒക്കെയായിരുന്ന ആർക്കിമിഡീസ്. അക്കാലത്തെ നൂതനമായ യന്ത്രങ്ങളുടെ നിർമ്മിതികളും ആർക്കിമിഡീസിനെ പ്രശസ്തനാക്കുന്നു. സിസിലി ദ്വീപിലെ സിറാക്യൂസിൽ BC 287 ആർക്കിമിഡീസിന്റെ ജനനം. ഗണിതത്തിലെയും ജ്യാമിതിയിലെയും കണ്ടെത്തലുകൾ കൂടാതെ വളരെ ബുദ്ധിപരമായി യന്ത്രങ്ങൾ നിർമ്മിച്ച ആളായിരുന്നു അദ്ദേഹം. പഠനത്തിനായി ആർക്കിമിഡീസ് അലക്സാണ്ട്രിയയിൽ പോയി. അവിടെയാണ് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത്. പിന്നീട് അദ്ദേഹം ജന്മനാടായ സിറാക്കൂസിൽ മടങ്ങിയെത്തി. തന്റെ ജീവിതകാലം മുഴുവനും സിറാക്കൂസിൽ തന്നെയാണ് ജീവിച്ചതും. യുദ്ധവിജയങ്ങൾ നേടുവാൻ ആയുധങ്ങളാണല്ലോ സാധാരണ ഉപയോഗിക്കുക. എന്നാൽ ആർക്കിമിഡീസ് തന്റെ രാജാവിനും രാജ്യത്തിനും വേണ്ടി ശത്രുരാജ്യം ഒട്ടും പ്രതീക്ഷിക്കാത്ത തരത്തിലുള്ള യന്ത്രങ്ങൾ ഉപയോഗിച്ച് അവരെ തകർക്കുകയും തന്റെ രാജ്യത്തെ രക്ഷിക്കുകയും ചെയ്തു. തന്റെ ശാസ്ത്രബുദ്ധിയിൽ നിർമ്മിച്ച വസ്തുക്കൾ ഉപയോഗിച്ച് കടലിലൂടെ തന്റെ രാജ്യത്തിനു നേരെ പാഞ്ഞെടുക്കുന്ന യുദ്ധക്കപ്പലുകളെ കരയിൽ നിന്നുകൊണ്ട് തന്നെ ആർക്കിമിഡീസ് കത്തിച്ചു ചാമ്പലാക്കി. അത് വലിയൊരു അത്ഭുതം തന്നെയായിരുന്നു. യുദ്ധക്കപ്പലുകൾ സിറാക്യൂസിലേക്ക് അടുക്കുന്ന സമയം റോമൻ പടയാളികൾക്ക് വലിയ ആത്മവിശ്വാസമുണ്ടായിരുന്നു. കാരണം സിറാക്യൂസിലെ സൈനിക ശക്തി വളരെ ദുർബലമായിരുന്നു. പക്ഷേ ശത്രു സൈന്യം ഒന്നു മാത്രം ചിന്തിച്ചില്ല. ആയുധങ്ങൾക്കപ്പുറം ബുദ്ധി കൊണ്ട് ശാസ്ത്രീയമായി തങ്ങളെ തകർക്കാൻ അറിവുള്ള ഒരു ധിഷണാശാലി ആ നാട്ടിലുണ്ടെന്ന്. തീരത്തേക്കടുക്കുന്ന കപ്പലുകളിൽ എവിടെ നിന്നോ ഒരു സൂര്യപ്രകാശം പതിക്കുന്നു. കരയിലെ ആയിരക്കണക്കിന് കണ്ണാടികളിൽ നിന്ന് ഒരേ സമയം സൂര്യപ്രകാശം കപ്പലിൽ സ്ഥാപിച്ചിട്ടുള്ള പായ്കളിലേക്ക് പതിക്കുന്നു. അമിതമായി സൂര്യപ്രകാശം ഒരേ സ്ഥലത്തേക്ക് തന്നെ എത്തുമ്പോൾ അത് ശക്തമായി ചൂടുപിടിക്കുന്നു. അങ്ങനെ കപ്പലുകൾ തീരത്ത് അടുക്കും മുൻപേ കത്തിയമരുന്നു, കടലിൽ താഴുന്നു. ശത്രുരാജാവിന് ആദ്യം ഒന്നും മനസ്സിലായില്ല. തന്റെ കപ്പലുകൾ കടലിൽ വെച്ച് കത്തുന്നതെങ്ങനെ? പിന്നീടാണ് അദ്ദേഹത്തിന് അത് മനസ്സിലായത്. ഇത് ആർക്കിമിഡീസിന്റെ ശാസ്ത്രബുദ്ധി തന്നെ. ആയുധങ്ങളില്ലാത്ത പ്രത്യാക്രമണം. കുറെ കപ്പലുകൾ കടലിൽ കത്തിയമർന്നു. മാർസല്ലാസ് രാജാവ് പരിഭ്രാന്തനായി. ശേഷിക്കുന്ന കപ്പലുകൾ എത്രയും പെട്ടെന്ന് തീരത്തേക്ക് അടുപ്പിക്കുവാൻ രാജാവ് കൽപ്പിച്ചു. അവിടെയും അത്ഭുതവും അമ്പരപ്പും അവസാനിച്ചില്ല. കരയിലേക്കെത്തിയ കപ്പലുകൾ അതാ ഒന്നൊന്നായി കടലിലേക്ക് മറിഞ്ഞു വീഴുന്നു, മുങ്ങുന്നു. അതും ആർക്കിമിഡീസിന്റെ ശാസ്ത്രബുദ്ധിയിൽ ഉദിച്ച ഉപകരണത്തിന്റെ സഹായത്തോടെ. ഇന്നത്തെ ക്രെയിനിനു സമാനമായ പ്രവർത്തനം. ഏതെങ്കിലും കപ്പൽ ഇതിന്റെ പരിധിയിലെത്തിയാൽ നീളത്തിലുള്ള യന്ത്രക്കൈ നീണ്ടുചെന്ന് അതിന്റെ അറ്റത്തുള്ള കൊളുത്തുകൊണ്ട് ആ കപ്പലിനെ ഉടക്കുന്നു. ഉടുങ്ങനെ ഉയർത്തുകയും വെള്ളത്തിലേക്ക് മറിച്ചിടുകയും ചെയ്യും. അതോടെ കപ്പൽ കടലിലേക്ക് മുങ്ങിപ്പോകും. ആയുധങ്ങൾക്കൊപ്പം ശാസ്ത്രീയ ഉപകരണങ്ങളും യുദ്ധവിജയങ്ങൾക്ക് ഉപയോഗിച്ചപ്പോൾ ആർക്കിമിഡീസ് ഒരു അത്ഭുത മനുഷ്യൻ തന്നെയായി മാറി. നിലവിലുണ്ടായിരുന്ന യുദ്ധതന്ത്രങ്ങളെയെല്ലാം മാറ്റിമറിക്കാൻ പോന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ഇത്തരം കണ്ടുപിടുത്തങ്ങൾ. എനിക്ക് നിൽക്കാൻ ഒരു സ്ഥലം തരൂ, ഞാൻ ഭൂമിയെ നീക്കാം എന്ന് പറഞ്ഞ ആർക്കിമിഡീസിന്റെ ശാസ്ത്രവിശാലത നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. ഉത്തോലകങ്ങളുടെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള പഠനത്തിനിടയിലാണ് അദ്ദേഹം ഈ പ്രസിദ്ധമായ വാക്കുകൾ പറഞ്ഞത്. ആർക്കിമിഡീസിന്റെ കണ്ടുപിടുത്തങ്ങൾ ഏറിയ പങ്കും അദ്ദേഹം ജീവിച്ചിരുന്ന സിറാക്യൂസിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയായിരുന്നു. ആവശ്യം സൃഷ്ടിയുടെ മാതാവെന്ന വാക്യം ആർക്കിമിഡീസിന്റെ ജീവിതത്തിൽ സത്യമായി. ഒരിക്കൽ ഹീറോ രണ്ടാമൻ രാജാവ് ആർക്കിമിഡീസിനെ വിളിപ്പിച്ചു ഒരാവശ്യം പറഞ്ഞു. എന്റെ കപ്പലുകളിൽ നിറയെ മഴവെള്ളം നിറഞ്ഞിരിക്കുന്നു. സിറാക്കുസിയ എന്നാണ് ആ വലിയ കപ്പലിന്റെ പേര്. 600 പേർക്ക് യാത്ര ചെയ്യാവുന്ന വലിയ കപ്പൽ. വെള്ളം കോരിക്കളയുക എന്നത് ഏറെ ബുദ്ധിമുട്ടുള്ള ജോലിയാണ്. ആർക്കിമിഡീസ് അതിനും തന്റെ ശാസ്ത്രബോധത്തിൽ നിന്നുകൊണ്ട് ഒരു ഉപകരണം നിർമ്മിച്ചു. ആ ഉപകരണത്തിന്റെ പേരാണ് ആർക്കിമിഡീസ് സ്ക്രൂ. ഇത് കൈകൊണ്ട് തിരിച്ചാണ് ഉപയോഗിക്കുന്നത്. കപ്പലിന്റെ താഴെത്തട്ടിലുള്ള വെള്ളം പോലും ഈ യന്ത്രം ഉപയോഗിച്ച് വൃത്തിയാക്കി. പിന്നീട് പല രാജ്യങ്ങളും ജലസേചനത്തിനായി ഈ തത്വം ഉപയോഗിക്കുകയുണ്ടായി.
ക്രമരഹിതമായ ആകൃതിയിലുള്ള ഒരു വസ്തുവിന്റെ അളവ് നിർണയിച്ചതെങ്ങനെയെന്ന് അറിയണ്ടേ? അതിനു പിന്നിലും ഒരു കഥയുണ്ട്. രാജാവ് ഒരു സ്വർണ്ണ കിരീടം പണിയിപ്പിച്ചു. കിരീടം ലഭിച്ചു കഴിഞ്ഞപ്പോൾ രാജാവിന് ഒരു സംശയം. താൻ കൊടുത്ത സ്വർണം മുഴുവൻ കിരീടത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടോ എന്നറിയണം. വെള്ളി ചേർത്തിട്ടുണ്ടോ എന്നാണ് രാജാവിന്റെ സംശയം. കിരീടത്തിന് കേടുപാടുകൾ വരികയും പാടില്ല. സാന്ദ്രത കണക്കാക്കാൻ അത് ഉരുക്കുവാനും കഴിയില്ല. അദ്ദേഹം ആലോചനയിലായി. രാജാവ് കൽപ്പിച്ചിരിക്കുന്നത് തന്നിലുള്ള തന്റെ ശാസ്ത്രത്തിലുള്ള വിശ്വാസം നശിക്കുന്നത് ആർക്കിമിഡീസിന് ചിന്തിക്കുവാൻ കഴിയുമായിരുന്നില്ല. പക്ഷേ വ്യക്തമായ ഉത്തരം നൽകുവാനും ആർക്കിമിഡീസിന് കഴിയുന്നില്ല. ഓരോ നിമിഷവും ഈ വിഷമ പ്രശ്നം അദ്ദേഹത്തിന്റെ മനസ്സു നിറയെ അലട്ടി. നിരന്തരം ആ ചിന്തയിൽ അദ്ദേഹം കുളിക്കുവാൻ വേണ്ടി ബാത്ത് പ്രവേശിച്ചു. അപ്പോൾ അതിന്റെ ജലനിരപ്പ് വർദ്ധിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. കിരീടത്തിന്റെ അളവ് നിർണ്ണയിക്കാൻ ഈ പ്രഭാവം ഉപയോഗിക്കാമെന്ന് ആർക്കിമിഡീസിന് മനസ്സിലായി. ജലത്തിന് പ്രായോഗികമായി സ്ഥിരമായ വോളിയം ഉണ്ട്. കിരീടം അതിന്റെ അളവിലുള്ള ജലത്തിന്റെ അളവ് മാറ്റും. സ്ഥാനഭ്രംശം സംഭവിച്ച ജലത്തിന്റെ അളവ് കൊണ്ട് കിരീടത്തിന്റെ പിണ്ഡം ഹരിച്ചാൽ അതിന്റെ സാന്ദ്രത ലഭിക്കുന്നു. വില കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായ ലോഹങ്ങൾ സ്വർണത്തിൽ ചേർത്താൽ ഈ സാന്ദ്രത സ്വർണത്തേക്കാൾ കുറവായിരിക്കും. ആർക്കിമിഡീസ് സന്തോഷം കൊണ്ട് മതിമറന്നു. രാജാവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് വ്യക്തമായ ഉത്തരം ഇനി പറയാം എന്ന തിരിച്ചറിവിൽ അദ്ദേഹം കുളിക്കുകയായിരുന്നു എന്നതുപോലും മറന്നുകൊണ്ട് കുളിമുറിയിൽ നിന്ന് പുറത്തേക്കോടി. മുഴുനഗ്നനായി തന്നെ തെരുവിലൂടെ യുറേക്ക യുറേക്ക എന്ന് അലറി വിളിച്ചുകൊണ്ട് രാജകൊട്ടാരം ലക്ഷ്യമാക്കി ആർക്കിമിഡീസ് ഓടുന്നു. ഇത് കണ്ട ജനങ്ങൾ അമ്പരന്നു നിന്നു. നഗ്നനായ ആർക്കിമിഡീസ് തെരുവിലൂടെ ഓടുന്നു. അതുമാത്രമാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. എന്നാൽ രാജാവ് തന്നെ ഏൽപ്പിച്ച വിഷമ പ്രശ്നത്തിന്റെ ഉത്തരം ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് ആ ശാസ്ത്രജ്ഞൻ ഇങ്ങനെ ഓടിയതെന്ന് ലോകം പിന്നീടാണ് അറിഞ്ഞത്. ഈ കാലഘട്ടത്തിലും യുറേക്ക യുറേക്ക എന്ന വാക്ക് പലപ്പോഴും സന്ദർഭവശാൽ നാമൊക്കെ ഉപയോഗിക്കുന്നു. കണ്ടെത്തി എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. അദ്ദേഹത്തിന്റെ കണ്ടുപിടുത്തങ്ങൾ പുരാതന ലോകത്ത് പ്രസിദ്ധമായെങ്കിലും ഗണിതശാസ്ത്ര സിദ്ധാന്തങ്ങൾ പരക്കെ അറിയപ്പെട്ടിരുന്നില്ല. അലക്സാണ്ട്രിയയിലെ ഗണിതശാസ്ത്രജ്ഞർ അദ്ദേഹത്തെ അംഗീകരിച്ചുവെങ്കിലും AD 530 വരെ ഇദ്ദേഹത്തിന്റെ കൃതികൾ സമാഹരിക്കപ്പെട്ടില്ല. മിലേറ്റസിലെ ഇസിഡോർ ആദ്യമായി ആർക്കിമിഡീസിന്റെ ഗണിതശാസ്ത്ര കൃതികൾ സമാഹരിച്ചു. പിന്നീട് വന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഈ ഗ്രന്ഥങ്ങൾ നൽകിയ അറിവും ഊർജവും വളരെ വലുതാണ്. BC 212 പ്യൂണിക് യുദ്ധത്തിന്റെ സമയത്താണ് ആർക്കിമിഡീസ് കൊല്ലപ്പെട്ടത്. മാർസല്ലാസിന്റെ നേതൃത്വത്തിലുള്ള റോമൻ സൈന്യം ഉപരോധത്തിനു ശേഷം സിറാക്യൂസ് നഗരം കീഴടക്കി. രാജാവിന്റെ ലക്ഷ്യം ആർക്കിമിഡീസിനെ തടവിലാക്കി എങ്ങനെയും തന്റെ രാജ്യത്തിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതായിരുന്നു. യുദ്ധങ്ങളിൽ അദ്ദേഹം ആർക്കിമിഡീസിന്റെ ശാസ്ത്ര മികവ് നേരിട്ടറിഞ്ഞതുമാണല്ലോ. അങ്ങനെ ഒരു റോമൻ സൈനികൻ ആർക്കിമിഡീസിന്റെ അരികിലെത്തി. അയാൾ പറഞ്ഞു, എന്നോടൊപ്പം വന്ന് ജനറൽ മാർസലിനെ വേഗം മുഖം കാണിക്കുക. എന്നാൽ ഇതൊന്നും ശ്രദ്ധിക്കാതെ ഒരു ഗണിത പ്രശ്നം പരിഹരിക്കാൻ അതിലേക്ക് ശ്രദ്ധയൂന്നി അങ്ങനെ ഇരിക്കുകയായിരുന്നു ആർക്കിമിഡീസ്. വീണ്ടും സൈനികൻ ആജ്ഞാപിച്ചു. ഗണിത പ്രശ്നം പരിഹരിക്കാതെ എങ്ങോട്ടും വരില്ലെന്ന് അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു. ഇതിൽ ക്ഷുഭിതനായ സൈനികൻ വാളെടുത്ത് ആർക്കിമിഡീസിനെ വധിച്ചു. ഇതറിഞ്ഞ് മാർസല്ലാസിന് ദേഷ്യവും കുറ്റബോധവും തോന്നി. അദ്ദേഹത്തിന്റെ ശവശരീരം ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു എന്നും പറയപ്പെടുന്നു. തന്റെ ശാസ്ത്രബുദ്ധി വേറിട്ട രീതിയിൽ രാജ്യസുരക്ഷയ്ക്കും ഒപ്പം നിരവധി കണ്ടുപിടുത്തങ്ങളും ഗണിതശാസ്ത്ര പ്രശ്നങ്ങൾക്ക് അനായാസമായി ഉത്തരം കണ്ടെത്തുകയും ചെയ്ത ആർക്കിമിഡീസ് മാനവ പുരോഗതിക്ക് വേണ്ടിയുള്ള ശാസ്ത്ര പരീക്ഷണ വിജയമുന്നേറ്റങ്ങളിൽ ആർക്കിമിഡീസിന്റെ കണ്ടുപിടുത്തങ്ങളും ശാസ്ത്ര തത്വങ്ങളും ഒപ്പമുണ്ട്.